ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആദി ആൻഡ് ബേബി എന്നുള്ള യൂട്യൂബ് ചാനലാണ്. ഇത് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇപ്പോൾ ഇവിടെ ആദിയും ആദിൻ്റെ അപ്പച്ചിയും തമ്മിലുള്ള കടുത്ത ഒരു വാശിയേറിയൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ കളി തുടങ്ങിയപ്പോൾ തന്നെ ആദിക്കാണ് ഭയങ്കരമായിട്ട് സ്കോർ കയറി നിൽക്കുന്നത്. 4-1 4-1 4-1 കേട്ടോ നിൽക്കുന്നത്. അതിഗംഭീരം 30 സെക്കൻഡിനുള്ളിൽ തന്നെ അവൻ 4 എണ്ണം അടിച്ചിരിക്കുകയാണ്. വേദമോൾ അവിടെ നിന്നിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രയും സ്പിരിറ്റായിട്ട് കളിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ അങ്ങനെ അവൻ ഭയങ്കരമായിട്ടുള്ള കളികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അവിടെ പോയിട്ട് അവന് കാർ റേസിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 30 സെക്കൻഡിൽ ഒരു 4 പോയിൻ്റ് എടുത്തെങ്കിലും പിന്നെ അതിന് ശേഷം അവന് പോയിൻ്റ് കിട്ടുന്നില്ല. അപ്പച്ചി അത് അവിടെ 4-2 അടിച്ചു കഴിഞ്ഞു. ആദിക്ക് പോയിൻ്റൊന്നും വരുന്നില്ല. ആദി പിന്നെയും നല്ലോണം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. വേദമോൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി അതൊക്കെ ചാടി കയറി എടുക്കാനൊക്കെ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് 4-3 ഗൈസ്. 4-3 അവന് വീണ്ടും വാശിയോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 5-3 ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വിട്ടു കൊടുക്കാൻ ഇതില്ല, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ ക്യാമറയൊക്കെ ഒന്ന് താഴേക്ക് പോയി. 5-4 കഴിഞ്ഞ് 5-4 അവൻ ഫുള്ള് ഇതാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. അപ്പച്ചി ഇപ്പോൾ അടുത്ത നമ്പറിൽ അടുത്തെത്തുമല്ലോ എന്നുള്ള ടെൻഷനിൽ അപ്പച്ചിക്ക് അടിക്കുമല്ലോ എന്നുള്ളതിൽ 5-5 ഇപ്പോൾ അവന് കോയണൊന്നും വെച്ചെടുത്ത് നിൽക്കുന്നില്ലെന്ന് പറക്കാണ് കോയണൊക്കെ ചെയ്യുന്നത്. കളി നല്ല മുറുകി എന്നൊക്കെ പറയില്ല, ആ തോതാണ്. എനിക്ക് പറയാനാണെങ്കിൽ അറിയുന്നുമില്ല. 5-6 നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. എനിക്ക് എങ്ങനെ പറഞ്ഞ് ഇതാക്കി തരണം എന്നറിയില്ല. അപ്പോഴേക്ക് കഴിഞ്ഞപ്പോൾ അവൻ വിടാൻ പറ്റൂല. അടുത്ത കളി വേണം അമ്മേ വേണം. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, വേറെ ഇതിൽ പോവാന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു സമ്മതിക്കുകയല്ല. അവന് അപ്പച്ചനോട് ജയിക്കണം തന്നെയാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അങ്ങനെ കളി വീണ്ടും ഇതായി. ഫസ്റ്റ് അടിച്ച് അപ്പച്ചി തന്നെയാണ് ഫസ്റ്റ് അടിച്ചത്. 0-1 അപ്പോഴേക്കും അവന് 0-1 അപ്പോഴേക്കും അവനും 1 കിട്ടി. 1-1 കളി ഗംഭീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗംഭീരത്തിൽ നടക്കുന്നുണ്ട്. 2 കിട്ടിയൊക്കെ അപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം കാണാം. ഞാൻ ബാക്കിൽ 2 പേരിനെയും കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്നത്. അതുകൊണ്ട് അവൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. വേദമോൾ ആ സമയത്തൊക്കെ അവിടെ നിന്ന് ആ ബൊമ്മക്കുട്ടീനെ ആ ഗ്ലാസിൻ്റെ ഉള്ളിലാണുള്ളത്. അതെങ്ങാനും എനിക്ക് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് തൊട്ട് നോക്കിയിട്ടും അടിയിൽ കൂടെയൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നത് കാണുന്നില്ലേ ഫ്രണ്ട്സ്. പിന്നെ 2-2 2-3 ആദിക്ക് കുറച്ച് ചിരിയൊക്കെ പോയിട്ടോ. കാരണം അവന് ഫസ്റ്റത്തെ അതുപോലെ തന്നെ പോകുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ആയി. അങ്ങനെ അവൻ എന്താണെന്നുള്ള ഒരു ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ നോക്കിക്കോ. അവൻ്റെ കാരണം കൊണ്ട് തന്നെ കോയൻ അതിൻ്റെ ഉള്ളിൽ പെടുന്നതാണ്. അങ്ങനത്തെ പല ഇതും ഉണ്ടാവും. വേദമോള സൈഡ് കൂടെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്തേക്ക് വരാൻ പിന്നെ വന്നില്ല. അതാ ഇവിടെ ഇപ്പോൾ 2-4 കഴിഞ്ഞു. അതിക്ക് തീരെ കിട്ടുന്നില്ല. എന്താ വെച്ച് പറഞ്ഞാൽ ടെൻഷനാണ്. എങ്ങനെയെങ്കിലും അടിക്കണം എന്നുള്ള ടെൻഷനിൽ അവന് കോൺസെൻട്രേഷൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവുക. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അത് കിട്ടാത്തൊരവസ്ഥ. അത് അവൻ്റെ കൈ തട്ടിയിട്ട് തന്നെ ഒരു കോയിൻ, പിന്നെ അടുത്ത കോയിനും അതേപോലെ തന്നെയാണ് സംഭവിക്കുമ്പോൾ നോക്കിക്കോളൂ. അവൻ്റെ കൈ തന്നെ തട്ടിയിട്ട് ആ കോയിൻ അതിൻ്റെ ഉള്ളിൽ പെടുകയാണ് ചെയ്യുക. ഒരു ശ്രദ്ധ കുറവ് കാരണം അതാ ഇപ്പോൾ പെടും. അതാ കണ്ടോ, 3-6 4 അവന്. 4-6 കേട്ടോ. 4-6. അപ്പോൾ നമ്മുടെ ഏകദേശം കളിൻ്റെ കഴിയാനൊക്കെ ആയിരിക്കുന്നു കേട്ടോ. കളി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ.